ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 നാലാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം രേണു വന്നത് കേരളത്തിലുള്ള എല്ലാ വിധവകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ അമ്മമാരെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നത് എന്നുള്ള രീതിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അക്ബർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, രേണുവിനെ പറ്റി പറഞ്ഞായിരുന്നു, രേണു ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് എന്നുള്ള രീതിക്ക് ഒരു നിക് നെയിം കൊടുത്തായിരുന്നു. സെപ്റ്റിക് ടാങ്ക് എന്നുദ്ദേശിക്കുന്നത് രേണുവിനെയാണ് അത് പറഞ്ഞത്. അപ്പൊ രേണുവിന് അതൊരു ഭയങ്കര ഒരു ട്രിഗർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു അതൊരു വിക്ടിം കാർഡായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഒരു ടൈറ്റിലായിരുന്നു ഈ പറയുന്ന എന്താ പറയാ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന തന്നെ അധിക്ഷേപിച്ചതിലൂടെ അത് കേരളത്തിലുള്ള എല്ലാ വിധവകളെയും അമ്മമാരെയുമാണ് അപമാനിച്ചത് എന്ന് രേണു കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അത് കുറച്ചും കൂടെ ആളിക്കത്തുന്ന രീതിയിൽ വരികയായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് അണഞ്ഞു പോയോ എന്നൊരു സംശയം. അത് അണച്ചത് രേണുവിന്റെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അനു തന്നെയാണ് അത് ആ ഒരു തീ കെടുത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തോന്നിയടാ അനുവിന്റെ ആ ഒരു കുറച്ച് ആ ഒരു സംസാരം അല്ലെങ്കിൽ ഡയലോഗുകൾ കേട്ടപ്പോ തന്നെ എന്ത് തോന്നുന്നു നിനക്ക്? അല്ല, കിടത്തിയെന്നുള്ളത് അത് പറയാൻ വലിച്ചേറി ഒട്ടിച്ചെന്നാണ് എനിക്ക് തോന്നിയത്. അതെ, ഒരു വിധവ കാർഡും മറ്റേ വുമൺ കാർഡും അമ്മ കാർഡും എല്ലാം കൂടെ ഇറക്കി ഒന്ന് സെറ്റായി വരാനുള്ള അവസരമായിരുന്നു. പക്ഷെ ഒടിച്ചു മടക്കി കൈ വെച്ചു കൊടുത്തു. അതെ, അതെ. തീ അണച്ചെന്ന് പറയാൻ ശരിക്കും തീ അണച്ച രീതിയിലല്ല, തീയാവാൻ പറ്റിയില്ല. അല്ല തീ പോയിട്ടൊന്ന് ഒന്ന് കയറി വരാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ ഒന്ന് അല്ലടാ, രേണു അവിടെ പറയുന്നുണ്ടായിരുന്നു ഇത് ഗെയിമായി കാണാൻ പറ്റില്ല എന്ന് വെച്ചാ ഈ പറയുന്ന അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു കാര്യം ഇതൊരു ഗെയിമായിട്ട് കാണാൻ പറ്റില്ല. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് കേരളത്തിലെ മുഴുവനായിട്ടുള്ള സ്ത്രീകളുടെ അവകാശം രേണു ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേണു പറയുന്നുണ്ട് ഞാൻ ഏറ്റെടുക്കും, ഓരോ വിധവകൾക്കും വേണ്ടിയിട്ടും ഏറ്റെടുക്കും. അപ്പൊ ഉടനെ സ്പോട്ടിൽ അടി കിട്ടിയ കണക്ക് അനു പറയുന്നുണ്ട് വിധവകളെ പറ്റിയും സ്ത്രീകളെ പറ്റിയും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആദ്യം രേണു മനസ്സിലാക്കൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇത് ചേച്ചിയെ പറ്റിയാണ് പറഞ്ഞത്, ഇൻഡിവിജ്വൽ ആയിട്ട് രേണുവിനെ പറ്റിയാണ് ഇത് പറഞ്ഞത് അക്ബർ. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്രതികരിക്കൂ. അവിടെ വിധവകളെയും സ്ത്രീകളെയും പറ്റി അല്ലെങ്കിൽ അവരെ പിടിച്ചിടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ഒരു മതില് പോലെ കൊട്ടിയടച്ച് അനു അവിടെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത കണക്കാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനിയും രേണു ഈ ഒരു ടോപ്പിക്കായിട്ട് വരുമെന്ന്. എന്ത് തോന്നടാ? ഇനി ഇത് പൊക്കി പിടിക്കാൻ സാധ്യതയില്ല. കാര്യം അനുമോൾ അത് ഒടിച്ചു മടക്കി കൊടുത്തു. അത് കേരളത്തിലുള്ള എല്ലാ വിധവകളുടെയും എല്ലാ അമ്മമാരുടെ റെപ്രസെന്റേറ്റീവ് അല്ലല്ലോ രേണു. മാത്രമല്ല ഇത് എല്ലാ ആൾക്കാരെയും കൂടെ അടച്ചു അല്ല പറഞ്ഞത്. അതായത് രേണുവിനെ പോലുള്ളവർ സെപ്റ്റിക് ടാങ്കാന്നല്ല പറഞ്ഞത്. ആ ഒരു പ്രത്യേക വ്യക്തി, അത് അക്ബറിന്റെ അഭിപ്രായം. അത് എന്താണ്, ആ ഒരു അഭിപ്രായം ശരിയാണെന്നൊന്നും നമുക്കും അഭിപ്രായമില്ല. പക്ഷെ അത് പുള്ളിക്കാരിക്ക് ഗുണമായിട്ട് ഒരു കാർഡ് ഇറക്കി അത് വെച്ച് കുറച്ച് സിമ്പതി പിടിച്ചു പറ്റാന്നാണ് പുള്ളിക്കാരി വിചാരിച്ചത്. അതെ, അതെ. അത് അക്ബർ ചെയ്ത കാര്യത്തിന് അക്ബർ സമാധാനം പറയേണ്ടി വരും. അതേസമയം ഈ ഒരു പറ്റ് വെച്ചിട്ട് വിധവാ കാർഡ് ഇറക്കി അതിന്റെ സഹതാപ തരംഗം നേടിയെടുക്കാന്നുള്ള ആ ഒരു വ്യാമോഹം എന്തായാലും ഇതോടുകൂടി അവസാനിച്ച്. അതെ, അത് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അത് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് തന്നെ, ഇതിപ്പം വേറൊരു പുരുഷനാണ് പറഞ്ഞെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് അനു തന്നെയാണ് പറയുന്നത്. കാര്യം ഇത് പറയുന്നത് വെച്ചാൽ ഒരു സ്ത്രീയാണ് ഇങ്ങനെ പറഞ്ഞത്, സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത് എന്നുള്ള രീതിക്കാണ് ഇതിപ്പോ വലിയൊരു വെപ്പായിട്ട് വെച്ചത്. അപ്പൊ പറഞ്ഞ മോശം തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് എന്ന് ഒരു പുരുഷനെയോ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു എതിർലിംഗത്തിൽപ്പെട്ട മറ്റൊരാളെയോ മൂന്നാം ലിംഗത്തിൽപ്പെട്ട ഒരു മറ്റൊരാളെയോ വിളിക്കുന്നത് ഒട്ടും ഒരു യോജിതമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ കാർഡ് ഇറക്കാൻ രേണു നോക്കി, അതേ കാർഡ് തന്നെ വലിച്ചു കീറിയത് അതേ ജെൻഡറിലുള്ള ഒരു സ്ത്രീ തന്നെയാണെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അനുവിന് അതിനൊരു കയ്യടി കൊടുത്തേ പറ്റൂ. കാര്യം അവിടെ സത്യം പറഞ്ഞ അവസരോചിതമായിട്ട് അനു പ്രതികരിച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം സോൾവ് ആകാൻ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സോൾവ് ആയിട്ടുണ്ടെന്ന് അറിയത്തില്ല. വരും ദിവസങ്ങളിലേ ഇത് അറിയാൻ പറ്റൂ. കാര്യം ലാലേട്ടനോട് പോലും ഈ ഒരു കാർഡ് ഇറക്കാൻ സാധ്യതയുണ്ട്. ലാലേട്ട, ഞാനൊരു വിധവയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ കൂടി പുള്ളിക്കാരി ചിലപ്പോൾ ലാലേട്ടന്റെ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ പറയാൻ ഇടയുണ്ട്. എന്തായാലും ലാലേട്ടൻ ഈ ഒരു കേസ് ചോദിക്കൂ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഇമാതിരി തീട്ട കേസുകളെ തീട്ടക്കുഴി കേസുകൾ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ രേണുവിന്റെ കാർഡ് ഒടിഞ്ഞ് മടങ്ങി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും നമുക്ക് 4-ാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യമേ തന്നെ രാവിലെ തന്നെ ഈ പറയുന്ന പോലെ ബിന്നി ആണ് രാവിലെ എഴുന്നേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരത്തി ഉറങ്ങിക്കിടന്ന ശൈത്യനെ കാണുന്നതും, ഓൾറെഡി ശൈത്യയും ഈ പറയുന്ന ബിന്നിയൊക്കെ തമ്മിൽ നല്ല ചക്കര അടയനൊക്കെ കണക്കാണ് ഇരിക്കുന്നത്, അവരുടെ സൗഹൃദമൊക്കെ. പക്ഷേ ബിന്നിയാണ് രാവിലെ എഴുന്നേക്കുന്നതും ഇത് ശൈത്യം ഉറങ്ങിക്കിടക്കുന്ന കാണുകയാണ്. അത് കണ്ടിട്ട് അപ്പാനീനെയും അതുപോലെ തന്നെ അക്ബറിനെയൊക്കെ നൈസിന് പോയി വിളിച്ചുണർത്തിയിട്ട് നമുക്ക് എവളെ നൈസിന് പുറത്തെടുത്ത് റെഡ് സോണിൽ കൊണ്ടുപോയി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമ്പോ എന്താണ് നമ്മുടെ ശൈത്യ ഉണരുന്നതും അവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഷാനവാസ് അനീഷിന്റെ പിന്നാലെ ദേഹത്തൊക്കെ തൊട്ട് നടക്കുന്നുണ്ട്. ആ സമയം അപ്പാനി ചൂലും കൊണ്ട് വരുമ്പോ ചൂലിനെ വിളിക്കുന്ന രീതിയിൽ അനീഷിനെ വിളിക്കുന്നുണ്ട്, പോടാ ചൂല് എന്ന്. സത്യം പറഞ്ഞ അതുപോലും കുറച്ചെങ്കിലും ഈ പറയുന്ന ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ, ഗെയിമിനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ചൂലേന്ന് വിളിച്ചതിന് ഉറപ്പായിട്ട് അതൊരു മാപ്പ് പറച്ചല്ലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ആ ഒരു സാധനത്തിന് ഒരു കാർഡിറക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചനെ. അത് പക്ഷെ അനീഷ് അവിടെ ഒന്നും ഈ പറയുന്ന പതറാതെ ഈ പറയുന്ന നീ പോടാ പ്രൊവോക്കിങ് അതിനകത്തുള്ളതാണെന്നേ. ചൂലേന്ന് വിളിച്ചതൊക്കെ അത് വേണം, അതിന്റെ അപ്പുറത്തെ പദം വിളിക്കാറുണ്ട്. ഇവിടെ ഇതിനേക്കാളും വലിയ ജീത്തകളോട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെ, പ്രൊവോക്കിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. പിന്നെ അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം. ഇപ്പൊ അന്വേഷിച്ച് ആ കാര്യത്തിലൊന്നും വീഴത്തൊന്നുമില്ല. അല്ലടാ ഇല്ലാത്ത കാര്യത്തിൽ ഉണക്കുന്ന ആളാണ്. പക്ഷെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ആവും. അതെ, അത് ഉറപ്പാണ്. അതൊരു 1, 2, 3 മണിക്കൂറെങ്കിലും ഒരു, അല്ലെങ്കിൽ നമ്മളിപ്പം 45-50 മിനിറ്റ് വരുന്ന ഒരു എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ 10 മിനിറ്റത്തേക്കെങ്കിലും ആ ഒരു സ്ക്രീൻ സ്പേസ് നമുക്ക് കിട്ടുമല്ലോ. നമുക്കെന്ന് വെച്ചാൽ അനീഷിന് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഗതി ആയിരുന്നല്ലോ. എന്നെ ചൂലേന്ന് എന്തിനു വിളിച്ചു, ബിഗ് ബോസ് ഇതിന് ഈ പറയുന്ന ഷാനവാസ് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് വേണമെങ്കിൽ പറയിക്കാമല്ലോ. 10 മിനിറ്റ് സ്ക്രീൻ സ്പേസ് കിട്ടുമല്ലോ. ഞാൻ ആ ഒരു രീതിക്കാണ് പറഞ്ഞത്. അത് കാർഡിറക്കാതെ പുള്ളിക്കാരൻ വളരെ ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടുപോയി. പിന്നീട് ഈ പറഞ്ഞ പോലെ ഷാനുവും രേണുവും അനുവും അക്ബറും ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ സെപ്റ്റിക് ടാങ്കിന്റെ പരാമർശം വീണ്ടും ഉയർന്നു വരുന്നതും ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തതെന്നും ആര് പേര് വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് പേരൊരു ജസ്റ്റ് ഒരു നിക് നെയിം പോലെ ഇട്ടതാണ്, നിങ്ങൾ ആരും പേര് വിളിച്ചൊന്നുമില്ല എന്ന് രേണുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ രേണു ഇത് കണക്ക് ഞാൻ ഗെയിം കളിക്കാൻ ആണ് വന്നത്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കും വിധവകൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്, എന്നെ മൊത്തത്തിലാണ് അപമാനിച്ചത്, ഇവരെ എല്ലാം കൂടെയാണ് അപമാനിച്ചത്. അപ്പോഴാണ് അനു പറയുന്നത് വിധവകളെ പറ്റിയും സ്ത്രീകളെ പറ്റിയും ഒന്നുമല്ല ഇവിടെ പറഞ്ഞത് വ്യക്തിപരമായിട്ട് രേണു ചേച്ചീനെയാണ് പറഞ്ഞത്. അപ്പൊ രേണു ഇത് കൃത്യമായിട്ട് പ്രതികരിക്കുക, അല്ലാതെ വിധവകളെയും സ്ത്രീകളെയും ഇതിലേക്ക് പിടിച്ചിറക്കണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞ് ആ ഒരു കേസ് അവിടെ അടയ്ക്കുക, ആ ഒരു കുഴി അടയ്ക്കുക എന്ന് പറയുന്ന കുഴി അടച്ചു ഉള്ളൊരു ഇതാണ്. പിന്നീട് നടന്നത് വാക്പോര് എന്ന് പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് ആണ് നടന്നത്. അത് ഈ പറയുന്ന പോലെ ബാഡ്ജ് കയ്യിലുള്ളവരും അത് ബാഡ്ജ് എന്തുകൊണ്ട് തങ്ങളുടെ കയ്യിൽ വരണം, അല്ലെങ്കിൽ തങ്ങൾ എത്രത്തോളം യോഗ്യരാണ് ബാഡ്ജ് വെക്കാൻ, അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള സംസാരമാണ് സംസാരിക്കേണ്ടത്. ഈ ഒരു സംസാരം വരുമ്പോ അതില് ജിസയിലും നിവിനുമാണ് ആദ്യം സംസാരിച്ചത്. അതില് ജിസയിലിന് ഇംഗ്ലീഷ് അറിയാത്തത് മലയാളം അറിയാത്തത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെ ആയിരുന്നു. കാര്യം പുള്ളിക്കാരി ഒരുപാടൊന്നും സംസാരിച്ചില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് മുറിവുകളൊക്കെ എനിക്ക് എന്റെ ദേഹത്തുണ്ടായി, അങ്ങനെയാണ് ബാൻഡ് ഞാൻ നേടിയെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നിവിൻ പറയുന്നുണ്ട് കൂടുതൽ ചോരക്കാടൊന്നും ഇറക്കി ആ ഒരു രീതിക്കൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശാരികയും ആദിലയും നൂറയും ഉള്ള 2 ഓപ്പോസിറ്റ് ടീമുകളായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. ആദിലയും നൂറയും നന്നായിട്ട് സംസാരിച്ചു. പക്ഷെ ശാരികയ്ക്കാണ് അത് പുള്ളിക്കാരി നന്നായിട്ട് സംസാരിച്ചത്. എനിക്ക് തോന്നിയത് ആദില നൂറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. പിന്നെ ഒണിയൽ സാബുവും ആര്യനും സംസാരിച്ചു. അതിൽ ആര്യൻ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ ജിസേലിനെ എല്ലാ സാധനവും തിരികെ എത്തിക്കാൻ പറയുന്നുണ്ട്. ജിസേല് ഭയങ്കര ഉടായ്പാണ്. കാര്യം പുള്ളിക്കാരത്തേക്ക് അതെ, കാര്യം ഫാഷൻ മോഡലാണ്. അതുപോലെ തന്നെ ഇപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വസ്ത്രത്തിലും ചെരുപ്പിലും ലിപ്സ്റ്റിക്കിലും മുടിയുടെ ഓരോ ഇതിലും ഈ പറയുന്ന സ്കിൻ കെയറിലും ഒക്കെ ആണല്ലോ ഇവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇരിക്കുന്നത്. അപ്പൊ അതൊന്നും കിട്ടാതാകുമ്പോ ഇവർക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് പുള്ളിക്കാരി പല സാധനങ്ങളും ബിഗ് ബോസിന് കൊടുത്തിട്ടില്ല. ബിഗ് ബോസ് തന്നെ 3-4 തവണ വാണിംഗ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ സാധനങ്ങൾ കൊടുക്കുന്നത്. എന്തായാലും
ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു വാക്പോരിൽ പരാജയപ്പെട്ടത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ നവീന്റെ അടുത്ത് ഈ കാര്യം പോയി പറയാൻ നിർത്ത്. നവീൻ ജിസേലിനെ ഇങ്ങനെയാണ് വിളിക്കുന്നത്, മിഷേലെ എന്ന് വിളിക്കുന്നുണ്ട്. അത് ചിലപ്പോ അറിഞ്ഞോ അറിയാതെയോ. അപ്പം അല്ല, മിസൈൽ എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്. ആ അപ്പോ ജിസേല് പറയുന്നുണ്ട്, നീ കൂടുതൽ ഈ മാറ്റിയും തിരിച്ചൊന്നും പറയണ്ട, എനിക്ക് വേണമെങ്കിൽ കുവിൻ, നവീൻ എന്നുള്ള പേര് മാറ്റി കുവീൻ എന്ന് വിളിക്കാനും എനിക്ക് അറിയാം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിയും പറയുന്നുണ്ട്. അപ്പോഴും നവീൻ ഒരു സംഭവം എടുത്തിരുന്നുണ്ട്. അതൊരു ഈ പറയുന്ന ഒരു ചെറിയൊരു അനുഭവമായിരുന്നു. കാര്യം ജിസേലിനോട് പറയുന്നുണ്ട്, ജിസേലിന്റെ ബാൻഡ് ആദ്യം അടിച്ചു മാറ്റിയത് അക്ബർ ആണെന്ന് പറയുന്നുണ്ട്. ഉടനെ ജിസേൽ അക്ബറിന്റെ അടുത്ത് പോകുന്നതും അക്ബറിനെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഗോൾഡും അതുപോലെ തന്നെ റെഡും ഒക്കെ നഷ്ടമായതും അതുപോലെ തന്നെ നീ ഇപ്പോ നോമിനേഷനിൽ വന്നതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നുള്ള രീതിക്കൊക്കെ ജിസേല് പറയുന്നുണ്ട്. പിന്നീട് ജിഷേലിനെ ഈ പറയുന്ന ബിഗ് ബോസ് വീണ്ടും എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിയമപ്രകാരമല്ലാത്ത സ്വന്തം സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നിൽക്കേണ്ടത് എന്ന് വെച്ചാൽ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും തിരികെ കൊടുക്കാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് ബിഗ് ബോസ്. പിന്നീട് ഭാഗ്യത്തിന്റെ പണപ്പെട്ടി എന്ന് പറയുന്ന വീക്ക്ലി ടാസ്ക് ആയിരുന്നു നടന്നത്. ഷാനവാസിന് നോമിനേഷൻ പവർ കിട്ടും, പക്ഷേ ഷാനവാസ് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗോൾഡ് കോയിൻ കിട്ടിയാൽ മാത്രമേ നോമിനേഷൻ പവർ കിട്ടൂ, കഴിഞ്ഞ ദിവസത്തെ കണക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോയിൻസ് ഒന്നും കിട്ടാത്തവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തുടർന്നുള്ള 3 റൗണ്ട് ടാസ്കുകളിലും പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് പാർട്ട്ണറായിട്ട്, ഷാനവാസിന്റെ പാർട്ട്ണറായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ആര്യനെയായിരുന്നു. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ റെനയും ജിസേലും ബിന്നിക്കും 14, 14, 13 പോയിന്റുകൾ വീതം കിട്ടുന്നു. അഭിലാഷ്, അനീഷ്, ഷാനവാസ് എന്നിവർക്ക് 18, 12, 15 പോയിന്റുകളും കിട്ടുന്നു. പിന്നീട് ആര്യന് 17 പോയിന്റും അക്ബറിന് 23 പോയിന്റും. അപ്പൊ അത്തരത്തില് അക്ബർ വിജയിച്ചു. ഫസ്റ്റ് പൊസിഷനിലും അഭിലാഷിന് സെക്കൻഡ് പൊസിഷനിലും കിട്ടുന്നു. അതിനുശേഷം അക്ബർ തന്റെ കയ്യിലുള്ള ഗോൾഡ് കോയിൻ അഭിലാഷിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അഭിലാഷിന് ഒരു പവർ കിട്ടുന്നു, നോമിനേഷൻ ചെയ്യാനുള്ള പവർ. അതിലൂടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, അക്ബറിന് ഒരു സംഗതിയും കൂടെ കിട്ടുന്നുണ്ട്, ഒരു കോയിനും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ പവർ എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന 4 പേരിൽ ഒരാളെ അകത്തിടാനുള്ള ഒരു പവറാണ് കിട്ടുന്നത്. എന്നിട്ട് അകത്തുള്ള ഒരാളെ പുറത്തേക്കും ആക്കണം. അപ്പൊ അതിനുവേണ്ടി പുള്ളിക്കാരൻ പുറത്തുള്ള ഒരാളെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഷാനവാസിനെ ഉള്ളിലാക്കിക്കൊണ്ട് മുൻഷി രഞ്ജിത്തിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പൊ അതിനുള്ള അത് നല്ലൊരു സെലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. അങ്ങോട്ട് അകത്തോട്ട് എടുത്തതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞേ, പുറത്തോട്ട് എടുത്ത് എന്തായാലും കറക്റ്റ് സെലക്ഷൻ ആയിരുന്നു. അതായത് ഈ മുൻഷി രഞ്ജിത്ത് എന്താ ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല. ആ കലാഭവൻ സരികനെ മുൻഷി രഞ്ജിത്തിനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നു. അത് രണ്ടുപേരെ പറ്റുമെങ്കിൽ രണ്ടുപേരെ ആക്കാൻ പറയാം. കാര്യം ഇവർ രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ല, അവിടെ വെറുതെ ഇരിക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ടടാ, ഞാൻ ഈ 4-ാമത്തെ ദിവസം അവസാനിക്കുമ്പോ മുൻഷി രഞ്ജിത്ത് ഉറങ്ങാതെ അവിടെ ദോശയോ എന്തൊക്കെയോ സാധനങ്ങൾ തിന്ന് നടക്കുന്നതായിട്ടാ കാണുന്നത്. പുള്ളിക്കാരൻ എവര് പ്രതീക്ഷിച്ചത് ഉറങ്ങും എന്ന് വെച്ചാൽ പുള്ളിക്കാരന് വയ്യായ്മയും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ പ്രായവും ആയി, അപ്പൊ ഉറങ്ങും. അപ്പൊ നൈസിന് പുറത്തായി തിന്നാനും ഉറങ്ങാനും ഒക്കെ അല്ലേ ഇവിടെ വരുന്നത്. ഇതൊഴിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ തിന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ചേച്ചിയും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് വിഷയം ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ. ഇത് മറ്റേ ആ പേര് പോലും ഇവിടെ വരുന്നില്ലല്ലോ. അതെ, അത് ശരിയാണ്. പിന്നീട് ആര്യനും അക്ബറും അപ്പാനിയും കൂടെ തമ്മിലുള്ള ഒരു സംസാരമാണ്. ശൈത്യയെ അകത്ത് എത്തിച്ചിട്ട് ബിന്നിയെ പുറത്താക്കാൻ എങ്കിൽ അവള് ഉറങ്ങിയേനെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവളെ എടുത്ത് റെഡ് സോണിൽ വെക്കാമായിരുന്നു, കാര്യം വെയിറ്റ് കുറവാണ് എന്ന് വെച്ചാല് ബിന്നിയെ പുറത്താക്കാവുന്ന. ഓൾറെഡി ബിന്നിയാണ് രാവിലെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചൈത്യനെ പുറത്താക്കാൻ നിന്നത്. അതേ യൗമാര് തന്നെ കൂട്ടത്തിലുള്ള ബിന്നീനെ പുറത്തെത്തിച്ചിരുന്നെങ്കിൽ ബിന്നിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ പുറത്താക്കാമെന്ന് പറയാണ്. ഭയങ്കര ചെന്നായ ബുദ്ധികളാണ്, പറയേണ്ട കാര്യമില്ല, ഗെയിമാണ്. ഓക്കെ. പിന്നീട് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് വീണ്ടും വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഷാനവാസ് ഷൂവും റെന ബാൻഡും അതുപോലെ തന്നെ ബിന്നി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബിന്നിയെ ചോദ്യം ചെയ്ത് അക്ബറും അപ്പാനിയും വരുന്നുണ്ട്. അപ്പൊ ആ സമയം ശാരിക ചോദിക്കുന്നുണ്ട്, ഇതേ കാര്യങ്ങൾ ബിന്നിയുടെ അടുത്ത് ചോദിച്ച അതേ കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് നടന്നത് അപ്പാനിയും അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു സംസാരമാണ്. അതിൽ ഷാനവാസ് പറയുന്നുണ്ട്, ആദ്യ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഞാൻ ഫുൾ അഭിനയിക്കുകയായിരുന്നു, ആക്ട് ചെയ്യായിരുന്നു. കാര്യം ഞാൻ പറയുന്ന ഭയങ്കര ഒരു ആക്ടറാണ്, സീരിയൽ ആക്ടറാണ്. എനിക്ക് ടെലിവിഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അക്ബർ പറയുന്നുണ്ട്, ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാല് രാത്രി മുതല്
രാവിലെ വരെ പുള്ളിക്കാരൻ കണ്ണടച്ച് ഉറങ്ങാതെ കിടന്നു എന്നാണ് ഷാനവാസ് വെച്ച് തള്ളുന്നത്. അപ്പൊ അത് ഞാൻ വിശ്വസിക്കണം എന്നുള്ള രീതിക്ക് ഈ ഒരു പഴഞ്ചൊല്ല് അങ്ങ് വെച്ചു കൊടുക്കും. ഉറക്കം നടിച്ച ആള് കൃത്യമായിട്ട് നേരം വെളുക്കുന്നവരെ കണ്ടിന്യൂസ്ലി കുറുക്കം വിളിച്ചുകൊണ്ട് അഭിനയിച്ചെന്നൊക്കെ നമ്മൾ വിശ്വസിക്കണമായിരിക്കും. അതെ. എന്നിട്ട് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആക്ട് ചെയ്യുമായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇത് ഇവര് പേഴ്സണലായിട്ട് സംസാരിക്കുന്നതാണ്. ഇതേ കാര്യം തന്നെ ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്ന സമയത്ത് അക്ബർ ബിൻസിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടി നിങ്ങളെ പുറത്താക്കാൻ എന്ന് വെച്ചാൽ നിങ്ങൾ മൂന്നും ഉണ്ടല്ലോ, ഇപ്പൊ ശൈത്യയും ബിൻസിയും അതുപോലെ തന്നെ ജിസയിലും, നിങ്ങൾ മൂന്ന് പേരെയും പോലും വിശ്വാസമില്ലായിരുന്നു എന്ന് എന്റെ അടുത്തും അപ്പാനിയുടെ അടുത്തും ഈ ഷാനവാസ് നമ്മളടുത്ത് വന്ന് പറഞ്ഞായിരുന്നു എന്ന് ബിൻസിയുടെ അടുത്ത് പറയുന്നു. ഉടനെ ബിൻസിക്ക് കുരുപൊട്ടാൻ ഈ പറയുന്ന പോലെ അത്രയും വിശ്വാസമുള്ള ആളായിരുന്നു ഷാനവാസ്. അല്ല, അത് ഒരു പൊട്ടുമല്ലോ. ആ രീതിയിലുള്ള പരിപാടിയല്ലേ ഒപ്പിച്ചത്. അവരൊക്കെ ഉറങ്ങാതെ ഉറങ്ങിക്കിടന്നപ്പോ കാവലിരുന്ന ആൾക്കാരാണ് ജിസയിലും ബിൻസി എല്ലാരും. ഏറ്റവും കൂടുതൽ ജിസയിലാണ് ഇരുന്നത്. കയ്യടി കൊടുത്തേ പറ്റൂ. അതാണ്. എന്തായാലും ഷാനവാസിന്റെ കള്ളത്തരം, ഇരട്ടത്താപ്പ്, പ്ലേറ്റ് മറിപ്പ് അവിടെയും തുടരുന്നുണ്ട്. ഒരിടത്ത് നിന്ന് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്, ഒരിടത്ത് നിന്ന് പറയുന്നുണ്ട് ഞാൻ കുറച്ചുറങ്ങി എന്ന് പറയുന്നുണ്ട് ഷാനവാസ്. പിന്നീട് ഒരിടത്ത് നിന്ന് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയില്ല, അത് അഭിനയമായിരുന്നു എന്ന്. എന്തൊക്കെ പ്ലേറ്റ് മറിപ്പാണെന്ന് ഒരു പിടുത്തമല്ല. എന്തായാലും എല്ലായിടത്തും നടന്ന് ബിൻസിയുടെ അടുത്തും അതുപോലെ തന്നെ ശൈത്യയുടെ അടുത്തും എല്ലായിടത്തും നടന്ന അവൻ ഈ പറയുന്ന ഷാനവാസ് പറയുകയാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ നന്മപരമാണെന്ന് ഇങ്ങനെ അടിച്ചടിച്ച് വിതരണം ചെയ്യുന്നു. ഈ ഉറങ്ങി അവൻ പറയുന്നത് ബിൻസി ഫുൾ ടൈം ഉറക്കമായിരുന്നു. അവരോട് കാവലിരുന്ന ആൾക്കാരൊക്കെ ഉറങ്ങിയിരുന്നു. അപ്പൊ അവര് പറയുന്നത് നമ്മള് വെറും ഫൂളായില്ലേ. പിന്നീട് വീക്ക്ലി ടാസ്ക് ആയിരുന്നു, കണ്ടിന്യൂ ചെയ്ത വീക്ക്ലി ടാസ്ക് ആയിരുന്നു. ഇപ്പൊ ഗാർഡനിൽ പേപ്പറിൽ പൊതിഞ്ഞ രീതിയിൽ കോയിൻസ് ഉണ്ടായിരുന്നു. അത് 8 പേർക്ക് കിട്ടുന്നു. അതില് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അക്ബറിന് തന്നെയായിരുന്നു. പിന്നീട് ശൈത്യയും ബിൻസിയും അവരുടെ അടുത്തേക്ക് അക്ബർ വരികയാണ്. അക്ബർ വന്നിട്ട് ഷാനവാസിനെ പറ്റി പറയാണ്, ഷാനവാസിന്റെ കള്ളം പൊളിക്കാനാണ് താൻ ഷാനവാസിനെ ഉള്ളിക്കയറ്റിയത് എന്ന് പറയുന്നുണ്ട്, പ്രത്യേക പവർ ഉപയോഗിച്ച്. അപ്പോ ഇതെല്ലാം പറഞ്ഞിട്ട് പോകാൻ നിർത്ത് ബിൻസി ശൈത്യയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പറഞ്ഞിട്ട് പോയവനെ ഒരു കാലത്തും വിശ്വസിക്കരുത് എന്നുള്ള രീതിക്കും പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വളരെ കറക്റ്റ് തന്നെയാണ്. എന്തായാലും പിന്നീട് മറ്റൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ, പണിപ്പുരയിലേക്ക് പോകാനുള്ള അക്ബറോട് കഴിക്കാൻ ഒരു തരി സാധനമില്ല, ഫസ്റ്റ് സാധനം എടുക്കാൻ പ്രയോറിറ്റി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. കാര്യം അക്ബർ ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം എന്താണ്, ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം എന്ന് പറയുന്നത് പോലെയാണ്. ഫുഡ് ഒരു തുള്ളി പോലും കഴിക്കാനില്ല. ഇനി അക്ബറിന് മാത്രമേ അവിടെ ഉള്ളവരെ ഫുഡ് കഴിപ്പിക്കാൻ, അന്നം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുള്ളൂ. അതും 15, 16 മറ്റേ ഏതോ സിനിമയിൽ പറയുന്നതല്ലേ, കഞ്ഞിക്ക് വകയില്ലെന്നുള്ള പറയുമ്പോൾ ആകെ ഒരു പാക്കറ്റ് ഗോതമ്പ് ആകാണ്ടുള്ളെന്നൊക്കെ പറയുന്നത്. അതെ. പിന്നീട് ഷാനവാസിന് പകരം രഞ്ജിത്ത് പുറത്തു പോകുന്നവർക്കും ഉറങ്ങിയാൽ കട്ടിലോടെ പുറത്താക്കാം എന്നുള്ള രീതിക്ക് ഇവര് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അപ്പാനിയും അക്ബറും തമ്മിലുള്ള ഒരു സംസാരമാണ്. ഈ പറയുന്ന ടോപ്പ് ലിസ്റ്റിലുള്ള എല്ലാവരെയും പുറത്താക്കുകയാണ് വേണ്ടത്. അതിൽ ഈ പറയുന്ന ഷാനവാസ് വരും. ബിൻസിനെ പറ്റി പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ബിൻസി നേരത്തെ നമുക്കൊരു എതിരാളിയാവാൻ സാധ്യതയുണ്ട്, അവള് നമുക്കെതിരെ സംസാരിച്ചു അപ്പോഴേ മുട്ട് വിറച്ചു ഈ അപ്പാനിക്ക്. സാധാരണ വീക്കായിട്ടുള്ള ആൾക്കാരാണ് പുറത്താക്കുന്നത്. ഇത് എന്താണ്, അവളിനി എങ്ങാനും നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊത്തം പോയില്ലേ എന്നുള്ള അർത്ഥത്തില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ ആ മുളയിലെ നുള്ളിക്കളയാമെന്നുള്ളൊരു തന്ത്രമായിരിക്കും എടുക്കുന്നത്. എന്തായാലും അപ്പാനിയുടെ അച്ഛന്റെ മരിച്ച കഥ അത് കഥയെന്ന് ഞാൻ കളിയാക്കി പറഞ്ഞല്ല. കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പാനിയും അക്ബറും പറയുന്നുണ്ട് കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നത് ശൈത്യനെയും നേരത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞേട്ടാ, ശൈത്യനെയും ആദില, നൂറ ഇവരെയൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന്. അതുകൊണ്ടാണ് അപ്പാനി ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പോയി ഈ കഥ പറയുന്നത്. നൂറയുടെ അടുത്ത് മാത്രമാണെന്ന് തോന്നുന്നു കഥ പറയുന്നത്. എന്റെ അച്ഛൻ ഇങ്ങനെ മരിച്ചു, അതിനുശേഷം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതാണ് ഞാൻ ഒരു പ്രഹസനം പോലെ പറഞ്ഞത് കേട്ടോ. അപ്പം ഈ കഥ പറഞ്ഞ് ഈ ട്രസ്റ്റ് നേടിയെടുക്കാൻ, നൂറയുടെ അടുത്ത് നിന്നും ട്രസ്റ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ബിഗ് ബോസ് പറയുന്നുണ്ട് ബാഡ്ജ് ഇല്ലാത്തവർ സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി അനീഷിനെ ഏർപ്പാട് ചെയ്യുന്നു. അവിടെയും കുറെ ഫണ്ണായിരുന്നു. അനീഷിനെ ആരും അനുസരിക്കുന്നില്ല ഒക്കെ ആയിട്ട് കാണാം. പിന്നെ അപ്പാനി കുറ്റസമ്മതം നടത്തുന്നുണ്ട് കേട്ടോ.
കാര്യം ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു കള്ളത്തരം കാണിച്ചു, സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ലാലേട്ടൻ വന്നിട്ട് വിഷ്വൽസ് കാണിച്ചിട്ട് എന്താ മോനെ അപ്പാനി കഴിഞ്ഞ ദിവസം താൻ എന്തെങ്കിലും സാധനം എടുത്തു വെച്ചായിരുന്നോ എന്ന് ചോദിച്ച് ചിലപ്പോ പൊക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആദ്യമേ അപ്പാനി കുറ്റസമ്മതം നടത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഷാനവാസും ശൈത്യയും ജിഷയിലും ഇരിക്കുന്ന ഒരു വേദിയിലേക്ക് ഷാനവാസ് വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഷാനവാസ് തന്നെ കൺവിൻസിംഗ് ആണ്. അതെ, നിങ്ങൾക്ക് കാവലിരുന്നതിന് എന്റെ മനസ്സിൽ എന്നും ഒരു നന്ദി ഉണ്ടാവും. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. അത് ഭയങ്കര കട്ട ശോകമാണ് കേട്ടോ, ആ ഒരു ടോൺ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്താണ് ഉറക്കം അഭിനയിച്ചത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി നിങ്ങളെ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൊക്കെ നടന്ന് പോവുകയാണ്. ഇനി ഒന്നും പറയണ്ടല്ലോ. അപ്പോഴീ ജിഷയിലും ചൈത്യ ഇങ്ങനെ അയ്യോ ചേട്ടന്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന സത്യസന്ധത, ചേട്ടന്റെ കയ്യിലായിരുന്നു ന്യായം എന്നുള്ള രീതിക്ക് ജിഷയിലും ഈ പറയുന്ന പോലെ ജിസയിലും ശൈത്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഏകദേശം 4-ാമത്തെ ദിവസത്തിന്റെ കർട്ടൻ താഴേക്ക് വീഴുന്നു. അതാണ് 4-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ രേണുകേര ചീട്ട് കീറുന്നതും ഷാനവാസിന്റെ പ്ലേറ്റ് മറിപ്പും ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാടാ നമ്മള്? അല്ല, ഒരു ഇതെല്ലാം കവർ ചെയ്തു. സമയം ഒരുപാടായല്ലേ, 21 മിനിറ്റ് ഏകദേശം ആവുന്നു. സോ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ 4-ാമത്തെ ദിവസത്തിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് വരുന്നു. ബൈ.